മാലിന്യമുക്തി തുടർ പദ്ധതിയാണെന്നും അതിന്റെ ആദ്യഘട്ടം വിജയകരമായും പൂർത്തിയാക്കി ജില്ലയിലെ ആദ്യ പഞ്ചായത്തായി മാറിയ വെച്ചൂരിന്റെ പ്രവർത്തനം ഏറെ മാതൃകാപരമാണെന്ന് കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എൻ നാഗരേഷ് അഭിപ്രായപ്പെട്ടു. വെച്ചൂർ പഞ്ചായത്തിനെ സമ്പൂർണ്ണ മാലിന്യമുക്ത ഗ്രാമമായി പ്രഖ്യാപിക്കുന്ന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരിയുടെ ഉപയോഗം നാം ആലോചിക്കാത്ത തലത്തിലേക്ക് മാറിയെന്നും ഇതിനെതിരെ നമ്മുടെ ഉത്തരവാദിത്വം എന്ന നിലയിൽ ബോധവൽക്കരണ പരിപാടിയുമായി പഞ്ചായത്ത് തന്നെ മുന്നിട്ടിറങ്ങിയത് അഭിനന്ദനാർഹമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ആ യുവാവ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കും. ഇന്നത്തെ പത്രത്തിലുമായിരുന്നു കേരളത്തിൽ ഈ അഡിക്ഷൻ സെന്ററുകളിൽ ചികിത്സ ഇപ്പോൾ തേടിക്കൊണ്ടിരിക്കുന്ന കുട്ടികളുടെ യുവാക്കളുടെ എണ്ണം 11,700 നിസ്സാരമായ സംഖ്യയല്ല. 11,700 ഈ 11,700 പേര് ഈ അഡിക്ഷൻ സെന്ററിൽ ചികിത്സ നേടുന്നു എന്ന് പറയുമ്പോൾ ആ ചികിത്സ തേടാത്ത യുവാക്കളുടെ ചെറുപ്പക്കാരുടെ എണ്ണം എത്രയാണ്? ഇടയാഴം സെന്റ് ജോസഫ് പള്ളി പാരിഷ് ഹാളിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KR ലൈലകുമാർ അധ്യക്ഷത വഹിച്ചു. ഗവൺമെന്റ് നിർദ്ദേശാനുസരണം ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കൃത്യമായി മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ സജീവമായി ഇടപെടുകയും അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത്. നമുക്കറിയാം, സംസ്ഥാന ഗവൺമെന്റും അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്ത് സംവിധാനമൊക്കെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്തു തരികയും. വൈസ് പ്രസിഡന്റ് ബിൻസി ജോസഫ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PK മണിലാൽ, സോജി ജോർജ്, S ബീന, മാലിന്യമുക്ത നവകേരളം ഉദ്യോഗസ്ഥരായ ബെബിൻ ജോൺ വർഗീസ്, TP ശ്രീശങ്കർ, പഞ്ചായത്ത് സെക്രട്ടറി VN റജിമോൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് മാലിന്യ സംസ്കരണം, ലഹരി ബോധവൽക്കരണം എന്നിവ സംബന്ധിച്ച് നടന്ന ഏകദിന ശില്പശാലയിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ, കുടുംബശ്രീ, ബാലസഭ, ശാസ്ത്രസേന അംഗങ്ങളടക്കം 100 കണക്കിന് പേർ പങ്കെടുത്തു. എൻലൈറ്റ് ന്യൂസ്, വൈക്കം.